അതടുത്ത് രാത്രി സ്ഫോടനം നടത്താനുള്ള കംപ്ലീറ്റ് മരങ്ങളായിരുന്നു. അവിടെ ഒക്കെ മരം ഉണ്ടായിരുന്നു, ഒക്കെ മുറിച്ചിട്ടുണ്ട്. ഇതായി മഹാഗണി ഒക്കെ മുറിച്ചിരുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എന്താ വെച്ചാൽ വെക്കേഷൻ ആയപ്പോൾ ഞാൻ എൻ്റെ ചങ്ങായിൻ്റെ കൂടെ കളിക്കാനൊക്കെ പോകും. പിന്നെ അധികം ലച്ചും അമ്മയും ചേച്ചിയൊക്കെയാണ് ചെയ്യല്. ഇപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാൻ. പിന്നെ ഇന്ന് ഇവിടെ മരം മുറിക്കുന്ന ആള് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ മരം പിന്നെ ഇപ്പം എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. 8:30 ട്യൂഷൻ തുടങ്ങും. അപ്പം ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വരും. ഞാൻ അപ്പോൾ നീച്ച് വന്നിട്ടേ ഉള്ളൂ. വല്ലൊന്നും ജയിച്ചിട്ടില്ല. ഇനി കുളിക്കും പല്ലൊക്കെ ജയിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇനി ഞാൻ അതൊക്കെ ചെയ്യട്ടെ. ഇന്ന് ഏറ്റവും വൈകിയാണ് കേട്ടോ എണീറ്റത്. സാധാരണ ഞാനാണ് വൈകി എണീക്കല്. വെക്കേഷൻ ആയതുകൊണ്ട് ഓളും വൈകി തന്നെ എണീക്കല്. അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് വന്നപ്പോഴേക്ക് അമ്മ ഇതാക്കണ ഇവിടെ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് ചായക്ക് പുട്ടും ചെറുപ്പയർ കറിയും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായ അടിച്ച് ട്യൂഷന് പോകാൻ ഒരുങ്ങി. അങ്ങനെ ഞങ്ങൾ ട്യൂഷനൊക്കെ പോകാതിരിക്കുന്ന ടൈമിൽ ഇതാക്കണ മരം മുറിക്കുന്ന ആൾ വന്ന് ഞങ്ങൾ ട്യൂഷന് പോകാനായപ്പോഴാണ് ഇവർ വന്നത്. പിന്നെ ഞങ്ങൾ ട്യൂഷൻ വിട്ട് വന്നപ്പോഴേക്ക് ഇവിടെ ഉള്ള മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മരം മുറിക്കാനൊന്നും താല്പര്യമില്ല. പക്ഷേ ഞങ്ങളിവിടെ ചെറിയ തൈകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിന് വെയിൽ കിട്ടാത്തതുകൊണ്ടാണ് മരങ്ങൾ മുറിക്കുന്നത്. മരങ്ങളെ തണുപ്പും പച്ചപ്പൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ വെയിലല്ലേ, അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി വരുമ്പോഴാണ് ഇവിടുത്തെ മരങ്ങളെ കൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇവിടെ പിന്നെ ബൊടണി മഹാഗണി അതൊക്കെയാണ് ഇവിടെ കൂടുതലും. അതുകൊണ്ട് തന്നെ മുറിച്ച് ഒഴിവാക്കാമെന്ന് വെച്ചത്. പിന്നെ മുറ്റത്തിനോട് ചാരി ഒരു ബൊടണി ഉണ്ടായിരുന്നു, അതും മുറിച്ചു കേട്ടോ. ഞങ്ങൾ ട്യൂഷൻ വിട്ട് വന്നപ്പോൾ അമ്മ ഇതാക്കണ പച്ചരി വാർത്ത് കുത്തി വെച്ചിട്ടുണ്ട്. അത് വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചതാണ്. ഇങ്ങനെ വാർത്ത് കുത്തി വെക്കുന്നതുകൊണ്ട് തന്നെ വെയിലത്തിട്ടാൽ വേഗം ഉണങ്ങി കിട്ടും. അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം വെയിലത്ത് ഉണക്കി ഇട്ടാൽ മതി. മഴക്കാലത്തൊക്കെ ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ വാർത്ത് കുത്തി വെച്ചതിന് ശേഷം അകത്ത് ഫാനിട്ട് വെച്ചാൽ മതി, അത് വേഗം ഉണങ്ങി കിട്ടും. അപ്പം അമ്മ ഇതാക്കണ അപ്പുറത്തെ പറമ്പിക്ക് പച്ചരി വെയിലത്തിടാൻ വേണ്ടി പോവുകയാണ്. ഇതിന് കുറച്ച് സമയം വെയിലത്തിട്ടാൽ മതി കേട്ടോ, അപ്പോഴേക്കും ഇത് വേഗം ഉണങ്ങും. അമ്മ ഉണക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതിനൊരു പിടുത്തമാതിരി കഴിക്കാൻ കേട്ടോ. അമ്മ എന്നോട് കഴിക്കരുത് എന്ന് പറഞ്ഞാണ്. പക്ഷെ അമ്മ പറയുന്നതൊന്നും കേൾക്കാതെ ഞാൻ കഴിക്കുകയാണ്. ഗൈസ്, അപ്പം ഞങ്ങൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴേക്ക് ഇവിടെ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാക്കണ ഈ പൊടഞ്ഞൊക്കെ മുറിച്ചിട്ടുണ്ട്. മുറിച്ചത് എന്താ വെച്ചാൽ ഇതാക്കണ ഈ തെങ്ങൊക്കെ ഇതാക്കണ വീടിൻ്റെ മേലേക്ക് വരികയാണ്. മരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേമാതിരി ഇതാക്കണ വേറെ തെങ്ങൊക്കെ ഇതാക്കണ അതൊക്കെ വീടിമയ്ക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഇത് മുറിച്ചത്. ഞങ്ങൾക്കിത് മുറിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ വെയിലുണ്ടായിട്ടും ഞങ്ങൾക്ക് നല്ല തണുപ്പ് തോന്നാനായിരുന്നു ഈ മരങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. ഇനി വേറെ മരം മുറിച്ചിട്ടുണ്ട് ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇവിടെ വേറെ ഒരു ഇതുണ്ടായിരുന്നു, പൊടഞ്ഞുണ്ടായിരുന്നു. അത് മുറിച്ചത് ഈ തെങ്ങിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇതാക്കിയ ടൈമിൽ എൻ്റെ ഫ്രഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി വളർത്തിയിരുന്നു. അത് അച്ഛൻ മുറിക്കുന്ന ആദ്യമൊക്കെ അറിയില്ലായിരുന്നു. ഈ മരം മുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ ഫ്രഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും വെട്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അത്രയും നനച്ചുണ്ടാക്കി നല്ല വളർന്നു വരുന്നതായിരുന്നു. ഇപ്പോഴാണ് വളരുന്ന ടൈമും. അപ്പോൾ തന്നെ മുറിച്ചും ചെയ്ത് ഒരു കായ പോലും കിട്ടിയില്ലായിരുന്നു. ഒരു ലാവ് മുറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ തെങ്ങിൻ്റെ വർഷം കൊണ്ട് തന്നെ എല്ലാ മരങ്ങളും തെങ്ങിൻ്റെ വർഷം കൊണ്ടാണ് മുറിക്കുന്നത്. ഇത് ഇനി വളർന്നു വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീടുമിക്ക് വെച്ചിട്ട് മുറിച്ചത്. ഈ മഹാഗണി മുറിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വേർക്കാവശ്യത്തിനും കൂടിയാണ് മുറിച്ചതും. ഈ തെങ്ങ് ഇതാക്കണ വളർന്നു വരാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് മുറിച്ചത്. ഇവിടെ ഒരു മഹാഗണി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇതാ പ്ലാവിൻ്റെ തടിയാണത്. പിന്നെ ഇവിടെ നിറയെ മരങ്ങളായിരുന്നു. ഇവിടെ ആക്കണ ആ തെങ്ങിൻ്റെ അടുത്തൊക്കെ മരങ്ങളായിരുന്നു.
പിന്നെ അത് തെങ്ങും കവുങ്ങും കൂടി പൊന്താൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ കവുങ്ങിന് വല്ല വെയിൽ കിട്ടൂലല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. തെങ്ങിനൊന്നും വളർച്ച ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് മുറിച്ചത്. ഇതാക്കണ ആ തെങ്ങൊക്കെ ഇപ്പോൾ വളർച്ച ഇല്ലാഞ്ഞിട്ടാണ്. ഇതാ ഇവിടെ കംപ്ലീറ്റ് മരങ്ങളായിരുന്നു, അവിടെ ഒക്കെ മരം ഉണ്ടായിരുന്നു, ഒക്കെ മുറിച്ചിട്ടുണ്ട്. ഇതാ ഈ മഹാഗണിയൊക്കെ മുറിച്ചത്. ഇന്നലെ വൈകുന്നേരം ചക്കട്ടപ്പോൾ അമ്മ ചക്കക്കുരൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അത് വറുത്തെടുക്കുകയാണ് ചക്കക്കുരൊക്കെ. ഇതിങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് വെന്ത് കിട്ടോളം കുറച്ച് നേരം ഇളക്കി കൊടുക്കേണ്ടി വരും. ചക്കക്കുരു ഇതാക്കുന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടി വറുത്ത് പഠിച്ചതല്ലേ അമ്മ? ഇതൊന്ന് പൊടിച്ച് നോക്കേ. ഇതുണ്ടോ, ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. എല്ലാതും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് വിഷുവിൻ്റെ 2 ദിവസം മുന്നേ ഇറക്കണേന്ന്, എന്നാലേ വിഷുവിൻ്റെ അന്ന് പൊട്ടുള്ളൂ. ഇത് അവിടെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് കടല വറുത്തതും തേങ്ങ ചിരവിയതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ പൊടിച്ചെടുത്ത ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കണം, ഒന്ന് ചൂടാറിയതിന് ശേഷം. അങ്ങനെ ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാക്കണേ ചക്കക്കുരു ഉണ്ട അല്ലെങ്കിൽ ചക്കക്കുരു ലഡു ഇതാക്കണേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റെ ജനറേഷനിലുള്ള കുട്ടികളൊന്നും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ ചിലപ്പോ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇതെന്താന്ന്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. ഒരു ഉണ്ടാക്കി എടുക്കണാട്ടി മുന്നേ ഇവിടെ ഒരാൾ വെട്ടി വീഴുന്നുണ്ട് കേട്ടോ. അത് അമ്മ ഉണ്ടാക്കി തീരുന്നുള്ളൂ, അപ്പോഴേക്ക് ഇവിടെ തിന്നല് കഴിഞ്ഞ. എത്ര തിന്നില്ലച്ചോ ലച്ചോ? ഇതൊന്ന് അവിടെ ഇരിക്കണ 3-4 കയറ്റി കഴിഞ്ഞ് വെറും നല്ലത് തിന്നിട്ടുള്ളൂ. ഞാൻ ഇത്തിരി തിന്നാറുണ്ട്. വെച്ചിട്ട് ഇതാക്കി രാത്രി സ്ഫോടനം നടത്താറുള്ള ഇന്നെങ്കാളും 4 എണ്ണം വെട്ടി വീങ്ങണം. അപ്പൊ ഇന്നെങ്കാട്ടും വലിയ സ്ഫോടനം പോകുന്നത് വീട് പൊട്ടി തീർക്ക് സച്ചോ. അപ്പൊ ഞങ്ങള് വൈകുന്നേരത്തെ സ്നാക്സ് നല്ല ചക്കക്കുരു ലഡു ആണ്. അപ്പൊ ഇത് ട്രൈ ചെയ്യാ, ഇത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ്, നല്ല ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് കഴിച്ചാൽ പോലെ ഇത് ഫേവറേറ്റ്, അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അമ്മ ഇത് പണ്ട് ചെറുപ്പത്തിൽ കുറേ കഴിച്ചിട്ടുണ്ട് പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ് അമ്മ ഉണ്ടാക്കി തരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതൊക്കെ. അമ്മ ഇതിപ്പോ ഉണ്ടാക്കണ കണ്ടിട്ടാണ് ഞങ്ങള് ഇത് എങ്ങനെ ഉണ്ടാക്കിയത് നടക്കാൻ പഠിച്ചത്. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് തന്നെ ഞങ്ങള് പഠിച്ചത്. ഇത് ഉണ്ടാക്കാൻ തന്നെ നല്ല സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഗൈസ്. അങ്ങനെ വൈകുന്നേരം അമ്മ മരത്തിന്റെ കൊമ്പൊക്കെ ഒന്ന് വെക്കുകയാണ്. അമ്മ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ പറമ്പില് അച്ഛനും ഉണ്ട്. അച്ഛൻ അവിടെ ഉള്ള വിറകൊക്കെ അങ്ങോട്ട് വീണ് പോയ വിറകൊക്കെ ഇങ്ങോട്ട് വെറുക്കിയിടുകയാണ്. ഞാൻ തൊടിയൊക്കെ നനച്ചതിൻ്റെ ശേഷം ഞാൻ അങ്ങോട്ട് കൂടി. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചേച്ചിയും ലച്ചൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വിറകൊക്കെ കൊണ്ടിടുകയാണ്. ഇത് വെയിലത്തിട്ടാൽ വേഗം ഉണങ്ങിപ്പോവും. അങ്ങനെ അട്ടിയാക്കി ഇട്ടാൽ വേഗം കൊണ്ട് ഉണങ്ങൂലല്ലോ, അതുകൊണ്ട് അട്ടിയാക്കി ഇടുകയാണ്. ഇങ്ങനെ ചെയ്താട്ടോ എൻ്റെ ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വിജയിക്കുമെന്ന് ഇരിക്കുന്ന പ്രതീക്ഷയില്ല. അങ്ങനെ
പിന്നെ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വിശേഷങ്ങളുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.